ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകം 37 അധ്യായമാണല്ലോ നമ്മളിന്ന് വായിച്ച് ധ്യാനിക്കുന്നത്. 37 അധ്യായം വാഗ്ദത്ത പിതാക്കന്മാരിൽ അവസാനത്തെ പിതാവായ ജോസഫിന്റെ ചരിത്രമാണ്. 50 അധ്യായം വരെ ജോസഫുമായി ബന്ധപ്പെട്ട അനേക കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. യേശുക്രിസ്തുവിന്റെ ആളുത്വത്തിലും അനുഭവത്തിലും ജീവിതത്തിലും ജോസഫുമായി വളരെയേറെ സാമ്യമുണ്ട്. ഒന്നാമത്, രണ്ടുപേരുടെയും ജനനം ഒരത്ഭുതമാണ്. ജോസഫിന്റെ ജനനം യാക്കോബിന് വാർദ്ധക്യമായതിനു ശേഷം, അതുപോലെ റാഹേലിന് വാർദ്ധക്യമായതിനു ശേഷമാണ് ജോസഫിന്റെ ജനനം. യേശുവിന്റെ ജനനം കന്യകാ ജനനമാണ്, അതും അത്ഭുതമാണ്. ജോസഫ് തന്റെ പിതാവിനാൽ മറ്റുള്ള സഹോദരന്മാരിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ള മക്കളിൽ നിന്ന് യാക്കോബിനാൽ ഏറെ സ്നേഹിക്കപ്പെട്ടു. യേശുവും തന്റെ പിതാവിനാൽ സ്നേഹിക്കപ്പെട്ടു. സ്നാനസമയത്ത് പ്രഖ്യാപനമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ജോസഫിന് അപ്പൻ നല്ലൊരു നിലയങ്കി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവന് തയ്പ്പിച്ചു കൊടുത്തു. നമ്മുടെ കർത്താവും സ്നാനസമയത്ത് മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കപ്പെട്ടു. ജോസഫിനെ സഹോദരന്മാർ പരിഹസിക്കുന്നുണ്ട്. അവൻ കണ്ട സ്വപ്നമുഖാന്തരം നീ ഞങ്ങളെ ഭരിക്കുമോ? യേശുവിനെയും ക്രൂശിച്ച സമയത്തും യഹൂദന്മാർ പരിഹസിച്ച് അവൻ്റെ ക്രൂശിന് മുകളിൽ ഒരു മേലെഴുത്ത് എഴുതി വെച്ചു, ഇവൻ യഹൂദന്മാരുടെ രാജാവ്. ജോസഫ് സഹോദരന്മാരുടെ അടുത്തേക്ക് പിതാവിനാൽ അയക്കപ്പെട്ടു. നമ്മുടെ കർത്താവ് പിതാവായ ദൈവത്താൽ സ്വന്തം ജനമായ ഇസ്രായേലിലേക്ക് അയക്കപ്പെട്ടു. ജോസഫ് സഹോദരന്മാരാൽ വെറുക്കപ്പെട്ടു. നമ്മുടെ കർത്താവും സ്വന്തം ജനത്താൽ വെറുക്കപ്പെട്ടു. സ്വന്തമായതിലേക്ക് അവൻ വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല എന്ന് യോഹന്നാൻ ശ്ലീഹ എഴുതി. ജോസഫിന്റെ അങ്കി ഊരി അവർ ജോസഫിനെ പൊട്ടക്കിണറ്റിലിട്ടു. യേശുവിന്റെ അങ്കി ഊരി അവനെ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി അവനെ ക്രൂശിച്ചു. ജോസഫിന് ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പിന്റെ അനുഭവമുണ്ട്. പൊത്തിപ്പേറിന്റെ ഭവനത്തിൽ കൈ ഉയർത്തി, പൊത്തിപ്പേറിന്റെ ആ ഭവനത്തിൽ വെച്ചുള്ള ആ അനുഭവത്തിന് ശേഷം കാരാഗൃഹത്തിൽ അയക്കപ്പെടുകയും അവിടെ നിന്ന് അവൻ ഫറവോന്റെ സന്നിധിയിൽ ചെന്ന് ആ ഫറവോനെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ജോസഫിനെ നമുക്കിനി കാണാൻ പറ്റും. യേശു മരണത്തെ ജയിച്ച് ആദ്യജാതനായി അവൻ ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ അങ്ങനെ ജോസഫിന്റെ ജീവിതവും യേശുവിന്റെ ജീവിതവും തമ്മിൽ ഒരുപാട് താരതമ്യം അല്ലെങ്കിൽ ഒരുപാട് സാമ്യം നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ജോസഫിന്റെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കുന്നത്, യാക്കോബിന്റെ 12 മക്കളിൽ 11ാമനായിരുന്നു. താൻ ഏറ്റവും സ്നേഹിച്ച റാഹേലിൽ ജനിച്ച ആദ്യ മകനും. തൻ്റെ വാർദ്ധക്യത്തിൽ ജനിച്ച മകനായതുകൊണ്ട് ജോസഫിനെ യാക്കോബ് വളരെയേറെ സ്നേഹിച്ചു. മാത്രമല്ല, അമ്മയില്ലാത്ത മകൻ കൂടിയാണല്ലോ, റാഹേൽ മരിച്ചുപോയി. അവനോടുള്ള പ്രത്യേക സ്നേഹമുഖാന്തരം അവനൊരു നിലയങ്കി യാക്കോബ് അവന് തയ്പ്പിച്ചു കൊടുത്തു. വാസ്തവത്തിൽ മക്കളോടുള്ള പക്ഷപാതപരമായ പ്രവർത്തനത്തിന്റെ അനുഭവം ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞവനാണ് യാക്കോബ്. തൻ്റെ ജീവിതത്തിൽ തൻ്റെ അമ്മ തന്നെ കൂടുതൽ സ്നേഹിക്കുകയും അപ്പൻ സഹോദരനെ സ്നേഹിക്കുകയും ചെയ്തതിൻ്റെ പരിണിതഫലം ഒരുപാട് വർഷങ്ങൾ അനുഭവിച്ചൊരു വ്യക്തിയാണ്. എങ്കിലും യാക്കോബ് അതുതന്നെയാണ് തൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ആവർത്തിക്കുന്നത്. നമ്മളിത് മനസ്സിലാക്കണം. മാതാപിതാക്കൾ മക്കളോട് പക്ഷപാതപരമായി
സ്നേഹം അല്ലെങ്കിൽ കരുതലും ഒക്കെ പ്രകടിപ്പിക്കുമ്പോൾ അത് അവരുടെ ഇടയിൽ ശത്രുതയ്ക്ക് പലപ്പോഴും ഒരു കാരണമായിട്ട് തീരാറുണ്ട്. നമുക്കറിയാം, ജോസഫിന് അവിടെ സഹോദരന്മാർക്ക് അസൂയ ഉണ്ടാകുന്നത് അദ്ദേഹം കണ്ട ഒരു സ്വപ്ന മുഖാന്തരമാണ്. ഇത് സംഭവിക്കുമ്പോൾ ജോസഫിന് ഏകദേശം 17 വയസ്സ് പ്രായമുണ്ട്. 17 വയസ്സുള്ളവർ മറ്റ് അശ്ലീല സ്വപ്നങ്ങൾ കാണുന്ന സമയത്ത് ഇവിടെ ജോസഫ് കാണുന്നത് സ്വർഗീയമായ ദർശനങ്ങളാണ്, സ്വപ്നമാണ്. 2 സ്വപ്നമാണ് അദ്ദേഹം കാണുന്നത്. ഒന്ന്, തൻ്റെ കറ്റയെ സഹോദരന്മാരുടെ കറ്റ വണങ്ങുന്നു. 2, സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും തന്നെ വണങ്ങുന്നു. ഈ സ്വപ്നം ജോസഫ് സഹോദരന്മാരോട് പങ്കുവച്ചു. അതാണ് അവനോട് വെറുപ്പുണ്ടാകാൻ അവർക്ക് കാരണമായിട്ട് തീർന്നത്. യാക്കോബിന് ഈ സ്വപ്നത്തിൻ്റെ രഹസ്യങ്ങൾ ഏകദേശം മനസ്സിലായി. അദ്ദേഹം അതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ സഹോദരന്മാർക്ക് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ ആരംഭം വാസ്തവത്തിൽ ജോസഫിലൂടെ ഇനി പ്രാവർത്തികമാകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ മറ്റ് സഹോദരന്മാർ ജോസഫിനോട് അവനെ ഏറെ വെറുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്ന നമ്മൾ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ സഹോദരന്മാർ ആടുമേഴിക്കാൻ പോകുന്നു. ശേഖേം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നു. ഈ ശേഖേമിൽ വെച്ചായിരുന്നു യാക്കോബിൻ്റെ മകൾ ദീന മാനഭംഗപ്പെട്ടത്. അവരെല്ലാം കൊന്നതാണ്. പിന്നീട് ആടുകളെ മേയ്ക്കാനൊക്കെ അവർ ആ സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ യാക്കോബ് അവരുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി അവരുടെ ഇന്നത്തെ പോലെ ഫോണോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ കത്തുകളോ ഒന്നും ഇല്ലാത്തൊരു കാലമല്ലേ. അന്നത്തെ അവരുടെ പ്രധാന തൊഴിലും ആടുമേയ്ക്കലാണ്. അപ്പോൾ അവരുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി ജോസഫിനെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നു. ജോസഫ് വളരെ സ്നേഹത്തോടെ അവരെ അന്വേഷിച്ച് പോവുകയാണ്. ശേഖേമിലേക്കാണ് വിടുന്നത്. അവിടെ ചെന്നപ്പോൾ സഹോദരന്മാരെ കണ്ടില്ല. അവിടെയുള്ളവരോട് അന്വേഷിച്ചപ്പോൾ അവർ അവിടെ നിന്ന് ദോദോമിൽ പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ജോസഫ് അവരെ അന്വേഷിച്ച് അവിടേക്ക് പോവുകയാണ്. സഹോദരന്മാർക്ക് തന്നെ ഇഷ്ടമില്ലെന്ന് അറിയാവുന്ന സ്ഥിതിക്ക് ശേഖേം വരെ യാത്ര ചെയ്ത് അവസാനിപ്പിച്ചിട്ട് വേണം ജോസഫിന് മടങ്ങിപ്പോരാം. അപ്പൻ പറഞ്ഞതും ശേഖേമിൽ ചെന്ന് അന്വേഷിക്കാനേ പറഞ്ഞുള്ളൂ. എന്നാൽ തൻ്റെ പിതാവിൻ്റെ ആഗ്രഹം മനസ്സിലാക്കിയ ഈ നല്ല മകൻ എത്ര കഷ്ടപ്പെട്ടായാലും പിതാവിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം അവരെ അന്വേഷിച്ച് യാത്ര പോവുകയാണ്. അപ്പോൾ ദൂരെ വെച്ച് തന്നെ ജോസഫിനെ കണ്ടപ്പോൾ സഹോദരന്മാർ തമ്മിൽ ആലോചിക്കുന്നു. സ്വപ്നക്കാരൻ അവനോടുള്ള വെറുപ്പും വിദ്വേഷവും പകയും മുഖാന്തരം അവനെ കൊന്നുകളയുവാൻ അവരാഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, രൂബേൻ ഇടപെട്ടതുകൊണ്ടും മൂത്ത സഹോദരനായ രൂബേൻ ഇടപെട്ടതുകൊണ്ടും മാത്രമാണ് മരണത്തിൽ നിന്ന് ജോസഫ് ഇപ്പോൾ രക്ഷപ്പെടുന്നത്. അങ്ങനെ അവനെ ഒരു പൊട്ടക്കിണറ്റിലിടുന്നു. എന്നിട്ട് ആ വഴി വന്ന ഇസ്മായേലിയർക്ക് 20 വെള്ളിക്കാശിന് അവനെ വിറ്റുകളയുന്നു. അങ്ങനെ ജോസഫ് പുത്തിഫറിന്റെ ഭവനത്തിലേക്ക് മിസ്രൈമിലേക്ക് പോവുകയാണ്. ജോസഫ് മിസ്രൈമിലേക്ക് പോകണമെന്നുള്ളത് ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണ്. പക്ഷെ ആ പദ്ധതി അസൂയ പൂണ്ട സഹോദരന്മാർ മുഖാന്തരമാണ് ഇവിടെ നടപ്പിലാകുന്നത്. അതുകൊണ്ടൊരു വിശ്വാസിയുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ കഷ്ടതകളും എല്ലാ പ്രതിസന്ധികളും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്ന് അപ്പോസ്തലനായ പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. റോമർ 8:28 ദൈവത്താൽ വിളിക്കപ്പെട്ടവർക്കും തെരഞ്ഞെടുക്കപ്പെട്ടവർക്കും ജീവിതത്തിലുണ്ടാകുന്നതൊക്കെ ആത്യന്തിക നന്മയ്ക്കായി പിന്നീട് അത് ഭവിക്കും. അങ്ങനെ അവനെ വിറ്റതിന് ശേഷം ഈ സഹോദരന്മാർ ചെയ്യുന്നത് ജോസഫിൻ്റെ ആ നിലയങ്കി അവർ ഒരു മൃഗത്തെ കൊന്ന് അതിൻ്റെ രക്തത്തിൽ മുക്കി അപ്പനെ കൊണ്ടുവന്ന് കാണിച്ച് കബളിപ്പിക്കുകയാണ്.
അവനെ മൃഗങ്ങൾ കൊന്നുകളഞ്ഞു, അവൻ്റെ അങ്കി ഞങ്ങൾക്ക് കിട്ടിയെന്ന് പറഞ്ഞ് ഇത് രക്തം പുരണ്ട അങ്കി കാണിച്ച് അപ്പനെ അവിടെ കബളിപ്പിക്കുന്നു. യാക്കോബ് ഇതേ ചതിയായിരുന്നു തൻ്റെ അപ്പനോട് കാണിച്ചത്. ആടിൻ്റെ തോല് ധരിച്ച് ഏശാവാണെന്നും പറഞ്ഞ് കണ്ണു കാണാൻ മേലാതിരിക്കുന്ന അപ്പനെ യാക്കോബ് വഞ്ചിച്ചു. അതേ നാണയത്തിൽ തന്നെ യാക്കോബിൻ്റെ മക്കൾ ഇപ്പോൾ യാക്കോബിനെ ഇവിടെ കബളിപ്പിക്കുകയാണ്. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും എന്ന് കർത്താവ് പറഞ്ഞത് ഓർക്കുക. നമ്മൾ സത്യത്തിനും നീതിക്കും ഒക്കെ വിരുദ്ധമായി ചെയ്യുന്നതായ ഓരോ പ്രവൃത്തികളും തൽക്കാലം നമുക്ക് ഗുണമായി എന്ന് തോന്നുമെങ്കിലും ഭാവിയിൽ അത് നമുക്ക് ദോഷമായി തന്നെ വന്ന് ഭവിക്കും. അതുകൊണ്ട് ഏതൊരു പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോഴും അതിൻ്റെ ആ ധാർമ്മികതയിൽ, ആ സത്യത്തിൽ, ആ നീതിയുടെ പശ്ചാത്തലത്തിൽ അത് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. അത് കണ്ട് യാക്കോബ് ഇവിടെ വിലപിക്കുകയാണ്, എൻ്റെ നില ദുഃഖത്തോടെ പാതാളത്തിലേക്ക് പോകും. യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സംഭവിക്കുന്നത്, തൻ്റെ മക്കളെ വിശ്വാസത്തിലോ ദൈവാനുഭവത്തിലോ വളർത്താൻ യാക്കോബിന് സാധിച്ചിട്ടില്ല. കാരണം ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം ലാബാന്റെ ഭവനത്തിലായിരുന്നു. അതിൽ 14 വർഷം റാഹേലിനു വേണ്ടി അദ്ദേഹം അവിടെ അധ്വാനിച്ചു. പിന്നെ സമ്പത്തിനു വേണ്ടി അധ്വാനിച്ചു. ബഥേലിൽ വെച്ച് ഒരു ദൈവികമായ ദർശനമുണ്ടായി എന്നുള്ളതല്ലാതെ അതിനുശേഷം സ്വപ്നങ്ങൾ മുഴുവൻ ഭൗതികമായതിലേക്ക് മാറി. അതുകൊണ്ട് വേണ്ട രീതിയിൽ മറ്റു മക്കളെ സത്യവിശ്വാസത്തിലോ ദൈവാനുഭവത്തിലോ ഒക്കെ ഒന്നും വളർത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അതിൻ്റെ പരിണതഫലമാണ് ഈ മക്കളിൽ നിന്ന് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാവുക. നമുക്ക് പലപ്പോഴും സംഭവിക്കുന്ന ഇതൊക്കെ തന്നെയാണ്. ഈ ഭൂമി ജീവിക്കുമ്പോൾ ഭൗതികമായ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ വെച്ച് നമ്മൾ ജീവിക്കുമ്പോൾ അതിൻ്റെ പരിണതഫലം പിന്നെ തലമുറകളിലൂടെ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ദ്രവ്യാഗ്രഹിയായ ലാബാന്റെ ഭവനത്തിൽ 20 വർഷം യാക്കോബ് താമസിച്ചാണ്. ആ ഭവനത്തിൽ താമസിച്ചതിൻ്റെ സ്വാധീനം യാക്കോബിനെ വളരെയേറെ സ്വാധീനിച്ചു. നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ നമ്മളെ സ്വാധീനിക്കും. അതുകൊണ്ട് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ എവിടെ ജീവിച്ചാലും ദൈവവുമായുള്ള ബന്ധത്തിൽ ജീവിക്കാൻ നമ്മൾ മറക്കരുത്. എത്ര സമയമില്ലെങ്കിലും ദൈവവചനം, നമ്മൾ ദൈവത്തിൻ്റെ സാമീപ്യം അറിയുന്ന പ്രധാന ഘടകങ്ങളും ദൈവത്തിൻ്റെ വചനമാണല്ലോ. അതുകൊണ്ട് നമ്മളിപ്പോൾ ഓരോ ദിവസവും ഓരോ ചാപ്റ്റർ വെച്ച് നമ്മൾ വായിക്കുകയാണ്. എല്ലാ ദിവസവും ഈ ദൈവവചനം നമ്മുടെ കൈകളിലെടുത്ത് അത് തുറന്ന് നമ്മുടെ നേത്രങ്ങൾ കൊണ്ടത് നോക്കി വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. യാക്കോബിൻ്റെ ആ ജീവിതവും ജോസഫിൻ്റെ ജീവിതവും ഒക്കെ നമുക്കൊരു വലിയ മാതൃകയാകട്ടെ. ഇനി മുന്നോട്ട് ജോസഫിൻ്റെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്ന അനുഭവങ്ങളും അദ്ദേഹം എങ്ങനെ നീതിമാനായി ജീവിച്ചു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ക്രൂശിൻ്റെ വഴികളിലൂടെയാണ് ജോസഫ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. ഇനി ഒരു പുനരുത്ഥാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഫറവോന്റെ സന്നിധിയിൽ കൈ ഉയർത്തി ഫറവോ രാജാവിനെ അനുഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ വളരെയേറെ സന്തോഷപ്രദമായൊരു അനുഭവം ജോസഫിൻ്റെ ജീവിതത്തിലേക്ക് ഇനി വരുന്ന നമുക്ക് കാണാൻ പറ്റും. രാജാവിനെ പോലെ ഉയർത്തപ്പെടുന്നതായ ഒരു അനുഭവം. യാക്കോബിൻ്റെ ജീവിതത്തിലും ഇതൊരു ക്രൂശിൻ്റെ അനുഭവമാണ്. താൻ ഏറെ സ്നേഹിച്ച തൻ്റെ മകൻ നഷ്ടപ്പെട്ടു എന്നുള്ള വാർത്ത യാക്കോബിന് ഒരിക്കലും ഉൾക്കൊള്ളുവാൻ സാധിക്കുകയില്ല. എന്നാൽ അതിനുശേഷം താൻ മരിക്കുന്നതിന് മുൻപ് ഈ മകനെ കാണുന്നതിനും ആ സന്തോഷം പങ്കുവയ്ക്കുന്നതിനും ഒക്കെയുള്ള അനുഗ്രഹം യാക്കോബിൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്നത് നമുക്കിനി കാണാൻ പറ്റും. അതുകൊണ്ട് ഈ വേദഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ ജീവിതവുമായി ഒക്കെ ഇതിനെ താരതമ്യപ്പെടുത്തി ചിന്തിക്കുവാനും ദൈവാനുഭവത്തിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുവാനും നമുക്കിടയാകട്ടെ. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.